അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നമ്മൾ എഴുന്നേറ്റു. അപ്പോൾ ഇനി നമുക്കുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് വരുന്ന ടൈമിൽ, അതായത് നമ്മൾ വൈറ്റ് ഫീൽഡിൽ പോയിരുന്നു. വൈറ്റ് ഫീൽഡിൽ പോയി കഴിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് കട്ടിലെടുക്കണം. അതായത് കട്ടിൽ വാങ്ങല്ല, കട്ടിലിൻ്റെ മാതിരി സെറ്റപ്പ് നമുക്ക് റെഡിയാക്കണം. അതായത് നമ്മൾ ഇത്രയും കാലം നിലത്താടുന്നുകൊണ്ടിരുന്നത് നമുക്ക് കട്ടിൽ റെഡിയാക്കണമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ആ റൂമിലേക്ക് കയറണം. അതിന് മുന്നേ നമുക്ക് കാർഡ്ബോർഡ് പോയി വാങ്ങണം. കാർഡ്ബോർഡ് പോയി വാങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ കാർഡ്ബോർഡ് ഇടണം. ഇതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞങ്ങൾ ബെഡ് ഇരിക്കും. അപ്പോൾ കറക്റ്റായി. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ഒരു ഫീൽ ഇട്ടില്ല. ഞങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ബെഡിൽ കിടക്കുന്ന ഫീൽ കിട്ടും. അതാണ് ഞങ്ങളുടെ പിന്നെ ഐഡിയ ഉള്ളത്. അപ്പോൾ അതോടൊപ്പം ഞങ്ങൾക്ക് ഡിമാർട്ടിലൊന്ന് പോകണം. രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ, വൈകുന്നേരത്തെ പരിപാടികൾ. ഗൈസ് ഞങ്ങൾക്കത് ഒന്നിന് ഞങ്ങൾക്ക് 100 രൂപ വാങ്ങിയത്. ആദ്യം ഞങ്ങളുടെ 150 പറഞ്ഞു. അപ്പോൾ എന്ത് ചോദിച്ചു, ഞങ്ങളോട് സ്റ്റുഡൻസാന്ന് പറഞ്ഞു. അപ്പോൾ 120 പറഞ്ഞു. അപ്പോൾ മച്ചാൻ പറഞ്ഞു എന്തിനിപ്പോൾ 120 ആക്കണു, അത് 100 തന്നൂടെ ചോദിച്ചു. ആവില്ലെങ്കിൽ അവർ 100 കൊണ്ടേക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ 100 ഒരു പീസ് ഇട്ടിരിക്കുന്നത്. അപ്പം മൊത്തം 4 പീസ്. പക്ഷേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊള്ളുമോ എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഇത്. പക്ഷേ ഞങ്ങളുടെ ബെഡ് ഇത്ര അല്ല, അതായത് നിങ്ങളെത്ര ഉണ്ട്, പക്ഷെ വീതി ഇത്ര അല്ല. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും? വീതി കൂടുമോ ഞങ്ങൾ നല്ല സംശയമുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ഉള്ള സാധനമൊക്കെയാണ് കണ്ടോ ഗൈസ്. അത്യാവശ്യം സ്ട്രോങ് ഉള്ള സാധനം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് കിടക്കാൻ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പിന്നെ മറ്റേ ഐഡിയ കാരണം അതുകൊണ്ട് പലകെ കിടക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അതായത് മോളിൽ കാർഡ്ബോർഡ് ഇതിടണോണ്ടേ, ഈ ഫ്രിഡ്ജിൻ്റെ കാർഡ്ബോർഡ് വെട്ടിയില്ലേ, അതൊക്കെ നമ്മൾ ഇടണോണ്ട് നമുക്കധികം തോന്നിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും ഇപ്പം ഈ ഐഡിയ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളുടെ കുട്ടുമച്ചാൻ്റെ അവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇടാൻ കണ്ടത്. അപ്പോൾ ഞങ്ങളത് വിചാരിച്ചു, എന്നാൽ അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇൻസ്പയറായിട്ട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ കാര്യം സെറ്റപ്പ് ചെയ്യാൻ മച്ചാനെ എന്ന് പറഞ്ഞു. അപ്പോൾ മച്ചാൻ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മിഞ്ഞാന്ന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞ് വരണ വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറി ചോദിച്ചാൽ കിട്ടി. ഏത് ബൈക്കിൽ ഞങ്ങൾ ഓരോന്ന് വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇത് കാണുന്നമാരെ നല്ല മുടിഞ്ഞ് വെയിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ കൈസ് ഇന്ന് നമ്മുടെ റൂം കത്തും. മിന്നി കത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ മിന്നി കത്തിച്ചിരിക്കും. ആ സെറ്റപ്പ് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഡിമാർട്ടിലോട്ട് പോവുകയാണ്. സംഭവം എന്താ വെച്ചാൽ വണ്ടിക്ക് ലൈറ്റില്ല. ഇന്നലെ വരണ വഴിക്ക് ഒരു ഹമ്പാണ് ചാടിയതാ, ആ ലൈറ്റ് പോയി. 2 ദിവസം മുന്നേ ലൈറ്റ് മാറ്റിയതാണ്, പണി പാടി. ഇപ്പോൾ ആ ബാക്കിൽ വരുന്ന വണ്ടിക്കാർ ലൈറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. വളരെ റിസ്ക് ഏറിയ ഒരു കാര്യമാണിത് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാലും വിഷയമില്ല, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഞങ്ങൾ ഡിമാർട്ടിൽ കയറിയില്ല. പക്ഷേ ഡിമാർട്ടിൽ തന്നെ മുന്നേ തന്നെ വേറെ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ അവിടെ കയറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം. ഞങ്ങൾ മറ്റേ ഹുക്കാണ് നോക്കണം. പിന്നെ അതേപോലെ തന്നെ കാർഡ്ബോർഡ് വെട്ടി ഇവിടെ വെച്ചപ്പോൾ വരുന്നു ചെറുത്തുള്ളൂ. ചെറുപ്പം കിട്ടി നമുക്ക് നമ്മളെ കട്ടൊക്കെ നിൽക്കുന്ന സാധനം അങ്ങനെ കാര്യമുള്ളൂ. നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്ലിപ്പ് എവിടെയുണ്ടോ ഉണ്ടോ മച്ചാൻ വൻ സെർച്ചിങ്ങിലാണ്. ഞാൻ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വടി കണ്ടൊരു ആവശ്യമില്ല, ഇവിടെ ഉണ്ടാവും. ഷോക്കിൻ്റെ സെക്ഷൻ കെട്ടിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് അതല്ല നമ്മൾ എടുത്തത്. നമ്മുടെ തന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു വെള്ളയല്ലേ. ഇത് നിൽക്കുമോ ഗൈസ്? ഇതാണ് ഞങ്ങൾ നോക്കാൻ പോകുന്നത്. അത് നിൽക്കുമായിരിക്കും ഗൈസ്. ഇതെന്തായാലും നിൽക്കും, ഞങ്ങൾക്ക് ഉറപ്പ് പറയുന്നുണ്ട്. ഇത്തരം സാധനങ്ങൾ പലതരം ഉണ്ടാവും ഗൈസ്. പൂമ്പാറ്റയുണ്ട്, പിന്നെ ട്രേ ഉണ്ട്, പിന്നെ ഇതെന്തോ സനാപ്പിളി ഉണ്ട്, കുറേ സുനാപ്പിളികളുണ്ട് ഗൈസ്. അതേപോലെ തന്നെ ഇവിടെ കുറേ കളിപ്പാട്ടങ്ങളുണ്ട്, കൊച്ചുങ്ങൾക്ക് പറ്റിയ കളിപ്പാട്ടങ്ങൾ. ഡൈനോസേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ ഇഷ്ടം പോലെ ഗൈസ്. ആന, പുലി, സിംഹം ഇതുണ്ട് ഗൈസ്. ഓ സൂപ്പർ ഗണ്ണുണ്ട്. ഓ എന്താ അടിപൊളി ഗൈസ്. പൂമ്പാറ്റയുടെ ദുണ്ടനാക്കാം. പിന്നെ ഗൈസ് ഇവിടെ ബാറ്റും ബോളും സ്റ്റെമ്പും എല്ലാം കൂടി മിക്സ് ആയിട്ടൊരു സാധനമുണ്ട് ഗൈസ്. എല്ലാം നല്ലതാണ്, വളരെയധികം നല്ലതാണ്. എന്തായാലും ഡിമാർട്ട് അത്ര പോരാ, കുഴപ്പമില്ല. റേറ്റ് നമുക്ക് അറിയത്തില്ല. റേറ്റ് കുറവാണോ കൂടുതലാണോന്ന് എൻ്റെ ചോദ്യത്തിന് അറിയാം. കൂടുതലായിരിക്കില്ലേ ഡിമാർട്ടിലെ റേറ്റ് കൊടുക്കും മച്ചാനെ? എത്ര? 54. ഓ മച്ചാൻ ഈ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. എല്ലാം കണക്കല്ലേ? എല്ലാം കണക്കാണ്. അത് നോക്കിയിട്ട് മച്ചാൻ പറഞ്ഞു നോക്കിയിട്ട് എല്ലാം കണക്കല്ലേ. നടക്കാം.
അതെടുക്കാം നമുക്ക്. വേറെ കാർഡ് ബോർഡിന് നമുക്ക് എവിടെ നിന്ന് കിട്ടും മച്ചാനെ? ഞങ്ങൾ ഈ കാർഡ് ബോർഡ് തപ്പിക്കൊണ്ട് നടക്കണം, പക്ഷേ ഒന്നും ആയിട്ടില്ല. നമ്മൾ നോക്കിക്കൊണ്ട് നടക്കും ഗൈസ്. ഇതാ അവിടെ നമുക്ക് ബൈ ഇരിക്കുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ മിനിയേച്ചേഴ്സ് ആണല്ലേ ഗൈസ്. ഇതൊന്നും വേണോ? അതിൻ്റെ ഉള്ളിൽ സൂനാപ്പിളിൻ്റെ ഗൈസ്. അത് വെറുതെ വെച്ചിരിക്കാം. ഗൈസ് RC കാർസ്, RC ഡൈനോസർ. പോയിരിക്കും RC ഡൈനോസർ, കുറച്ച് പോയിരിക്കും. ഇല്ല, എടുത്തിട്ട് പോവാ. വരുമ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി പിന്നെ കൊണ്ടുവരാറുണ്ട്. അത് നല്ലൊരു പോയിന്റ്. അപ്പോൾ എന്തായാലും ഡിമാർട്ട് വരെ പോകല്ലോ. അപ്പോൾ ഡിമാർട്ട് നോക്കാം അല്ലേ? അത് മസാജിൻ്റെ സംഭവമാണോ? മസാജിൻ്റെ സംഭവമൊക്കെ നോക്കേണ്ടത് എന്തിനോ വേണ്ടി ദൈവത്തിന് അറിയാം എന്ത് സംഭവം. അങ്ങനെ ഞങ്ങൾ ഡിമാർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എപ്പോഴും തിരക്കാണ്ടോ, പെരും തിരക്കാണ്. അങ്ങനെ ഡിമാർട്ടിലെത്തി. ഇവിടെ യെസ് ഗൈസ്, നീ കാരണം അപ്പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. നമ്മൾ വാങ്ങിയതല്ലേ? ഇത് വേണം, മറ്റേ മതിയില്ലേ? അത് കുറച്ച് അധികം അല്ലേ? ഏത് അതോ? പക്ഷെ അതിനേക്കാളും ഒന്നുകൂടി ദമ്മായി നിൽക്കണ സാധനം ഈ സാധനം. ഇത് 2 മേടിക്കേണ്ടി വരും. ഇല്ല, ഇത് ഒറ്റൊന്നും മതി, 5 മതി. 5 ധാരാളം. ഇത് പുലി, നമ്മളങ്ങനെ ഇതെടുത്തല്ലോ സാറാ. നമുക്ക് എടുത്താലോ? ഏത് മറ്റേതെന്താണെന്നറിയോ? മറ്റേത് 6 ഉണ്ട്, ഇത് 5 ഉള്ളൂ. പക്ഷേ ഇത് നമ്മളോട് സ്ട്രോങ് ആയി നിൽക്കുന്നത്. ആ ഭിത്തിയിലെപ്പോഴുള്ളത് അല്ലേ? ഇതെടുക്കാൻ നല്ലത്. ഇതെടുക്കാൻ നല്ലത് കാണിച്ചു തരാം. ഇതാ അന്നാണ് ഞങ്ങളുടെ എൻ്റെ വീഡിയോ ഷൂട്ടർ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഡിമാർട്ടിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി, ഒരു സോപ്പും ഒരു ഉപ്പും വാങ്ങി. അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ റൂമിൽ ചെന്നിട്ട് ബാക്കി കസർത്തുകൾ വേറെ. ഗായ്സ് പെട്ടെന്ന് ഒരു ഭക്ഷണം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാർട്ടിൽ തന്നെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം സ്റ്റോറേജ് ഫില്ലായി. ഗായ്സ് ഞങ്ങളങ്ങനെ വീണ്ടും നേരത്തെ വന്ന് കയറി സ്ഥലത്തിന് വീണ്ടും കയറി. ഇവിടെ ഉള്ളൂ കാർഡ്ബോർഡ് ബോക്സ്. മറ്റേടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ടീം വന്ന് കൊണ്ടുപോകുന്നത് മാത്രമല്ല, രാവിലെ 6 മണിക്ക് വന്നിട്ട് എടുത്തുകൊണ്ട് പോകാൻ ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വീണ്ടും ഫസ്റ്റ് ഇവിടെ തന്നെ വന്ന് ചോദിച്ചത്. വീണ്ടും ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ തന്നെ വീണ്ടും വന്ന് ചോദിക്കുന്നു. എടാ എന്താ ഗൈസ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇതാ കാർഡ്ബോർഡൊക്കെ വാങ്ങി വെച്ചിട്ട് മറ്റേ നമ്മൾ ഉദ്ദേശിച്ച കാർഡ്ബോർഡ് നമുക്ക് കിട്ടിയില്ല, എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കാർഡ്ബോർഡ് വാങ്ങി. എടാ മറ്റേ സോപ്പും മറ്റേ സാധനം വണ്ടിയില്ല അടിപൊളി. മച്ചാനെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബെഡ് മടക്കി വെക്കണം. ബെഡ് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് നമുക്ക് സെല്ലോ ടേപ്പിൽ ചുറ്റണം. അതാണ് നമ്മുടെ പരിപാടി. പിന്നെ ഗായ്സ് നാളെ ആഗ്രഹിച്ച് ക്ലാസ്സിൽ പോകാന്നൊക്കെ വിചാരിച്ചാണ്. ഞാൻ രാവിലെ 8:30 ക്ലാസ്സിന് പോകണം എന്നുള്ള ആഗ്രഹമായി ഞങ്ങൾ നാളെ ഇങ്ങനെ ഹൃദയം അങ്ങ് തുടുമ്പി നിൽക്കുന്നു. പക്ഷെ പണി പാളിപ്പോയി. ഏതോ ബോർഡ് മെമ്പർ മരിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നാളെ ഞങ്ങൾ ദുഃഖാചരണമാണ് ഞങ്ങൾ റൂമിൽ ഗൈസ്. അപ്പോൾ നമ്മളിനി ഓരോന്നായിട്ട് നമ്മൾ റൂമിലോട്ട് കയറ്റാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമ്മൾ ബെഡ് മടക്കി ഇടണം. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് കയറ്റിയിട്ട് കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മൾ ടാപ്പ് അടിക്കുക. എന്നിട്ട് നമ്മൾ ലൈറ്റ് വെക്കുക. പിന്നെ പോയിട്ട് കുളിക്കുക, കഴിക്കുക, കിടക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഏത് അങ്ങനെ നമ്മൾ മറ്റേ സംഭവം കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഗൈസ് പണി പാടിയോ എന്നൊരു ഡൗട്ടുണ്ട്. വീതി കൂടിപ്പോയി എന്താ ഗൈസ്. നമ്മളിപ്പോൾ എത്ര ഇതുവല്ലേ സ്റ്റേജ് മാതിരി ചെയ്ത് അതേയുള്ള രീതിയിലായിപ്പോൾ ഇരിക്കണേ. അപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കാനാണെങ്കിൽ സ്റ്റെപ്പ് കയറി ഇതിലൂടെ വന്നിട്ട് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഗൈസ് അപ്പം ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ടാപ്പ് കാർഡ്ബോർഡ് വെച്ചിട്ട് ടാപ്പ് ഒട്ടിച്ചിട്ട് നമ്മൾ ബെഡ് വിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഏതാ
ഗൈസ് നമ്മൾ ബൾബ് ഇടാനുള്ള പ്ലാനാണ്. ബൾബ് ഇടാൻ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തു, ഇവിടെ നമ്മൾ പ്ലഗ് കുത്തിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇത് കൂടെ നേരെ പോയിട്ട് നേരെ അങ്ങനെ വന്ന് അവിടെ നിർത്താനാണ് പ്ലാന്. പക്ഷേ ഇനി അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത് നിർത്തും, അല്ലെങ്കിൽ നമ്മൾ എവിടെയും നിർത്തും. അപ്പൊ അങ്ങനെ കഴിച്ച് നമ്മുടെ ഇന്നത്തെ പെരുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിതാ ലേക്ക് ഇട്ടു. ഇപ്പം അതേപോലെ തന്നെ നമ്മൾ കട്ടിൽ റെഡിയാക്കി, എല്ലാം കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു, നനയും കഴിഞ്ഞു. അപ്പം ഇനി കഴിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മളിവിടെ ലൈറ്റ് കാണിച്ചായിരുന്നു. നമ്മുടെ ബജാജ് ലൈറ്റ്സ് സീനാണ് മച്ചാനെ, സീൻ നിങ്ങൾ കാണൂ ഗൈസ്. ഓ മൈ ഗോഡ്. അപ്പൊ ഗൈസ് ഇന്നത്തെ കൊക്കണാസി വീഡിയോ ഞാൻ അവിടെ നിർത്തുന്നു. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ മണികൾ അടിക്കുക. അപ്പൊ ശരി ഗൈസ്, ബൈ ബൈ ഗൈസ്.